അങ്ങ് പ്രവാചകനല്ലേ, അങ്ങല്ലേ സ്വർഗത്തിൽ ഒന്നാമതായി പോവുക, അങ്ങല്ലയോ ഫിർദൗസിലെത്തുക. എന്തിനിങ്ങനെ ഈ അധ്വാനം, എന്തിനിങ്ങനെ നീര് കെട്ടണം, എന്തിനിങ്ങനെ പ്രയാസപ്പെടണം? ആയിഷാ ബീവിയുടെ മുഖത്ത് നോക്കി അങ്ങൊന്ന് മൊഴിയുകയാണ്, അഫലാ അകൂന അബദൻ ശുകൂറാ. ആയിഷ ഒരു നന്ദിയുള്ള അടിമയാകാൻ, ആയിഷ ഒരു നന്ദിയുള്ള അടിമയാകാൻ അടിമയായിരുന്നു റസൂൽ. അതെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. സുബ്ഹാനല്ലദീ അസ്റാ അബ്ദിഹി അസ്റാബി അബ്ദിഹി അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി വഇൻ മിൻകും വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിഹി. സൂറത്ത് ബഖറ 2-ാം അധ്യായം 23-ാമത്തെ വചനം, 17-ാം അധ്യായം 1-ാമത്തെ വചനം, 18-ാം അധ്യായം 1-ാമത്തെ വചനം. അതെ, നിങ്ങൾ എന്നെ അല്ലാഹുവിന്റെ അടിമ എന്ന് വിളിക്കണം. അഫലാകൂന അബദൻ ശുകൂറ, ഒരു നന്ദിയുള്ള അടിമ, ഒരു നന്ദിയുള്ള അടിമ അതാവാൻ ആയിഷ എനിക്ക് ആഗ്രഹിച്ചുകൂടെ എന്ന് സഹാബികൾ ചോദിച്ച ചോദ്യം അതാണ്. അമ്പിയാക്കളെ മുഴുവനും അതാണ്. എനിക്ക് കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം ഓർക്കണം, മഹാനായ ലുഖ്മാൻ അൽ ഹക്കീമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വലഖദ് ആതൈനാ ലുഖ്മാൻ അൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് വമൻ യഷ്കുറു ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. വിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. നിങ്ങളുടെ ശ്രദ്ധ ഒരു ഇഞ്ച് പോലും പാളിപ്പോകരുത്. ഈ വേദി മഹ്ശറയിൽ ഉണ്ടാകും, നിങ്ങളുടെ ഏകാഗ്രത മഹ്ശറയിൽ ഉണ്ടാകും, നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിമോചനത്തിന്റെ ഭാഗമാണ്. വലഖദ് ആതൈനാ ലുഖ്മാൻ അൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. തത്വജ്ഞാനം നൽകിയ ലുഖ്മാൻ അൽ ഹക്കീമിനോട് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ പഠിപ്പിച്ചു. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഭക്തനായ ഒരടിമയായിരുന്നു. ആരെങ്കിലും അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവനോട് തന്നെയുള്ള നന്ദിയാണ്, അത് അവനോട് തന്നെയുള്ള നന്ദിയാണ്. അവനവന്റെ സൃഷ്ടാവ് ചെയ്ത അനുഗ്രഹത്തോടുള്ള പോസിറ്റീവായ പ്രതികരണമാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം 31-ാം അധ്യായം 12-ാമത്തെ വചനം തീർന്നില്ല. നേരത്തെ ഇവിടെ ഉദ്ധരിച്ച വചനത്തിലെ ഒരു പ്രസക്തമായ ഭാഗം, ഹല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകും ശൈഅൻ മദ്കൂറാ. അതെ, പറയപ്പെടാനൊന്നുമല്ലാത്ത, പ്രസ്താവിക്കാനൊന്നുമല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, ഇന്നിവിടെ ഇരിക്കാൻ നമുക്കൊരു അഡ്രസ് ഉണ്ട്. ഇന്ന ബാപ്പാന്റെ, ഇന്ന വീട്ടിലെ, ഇന്ന തറവാട്ടിലെ, ഇന്ന നാട്ടിലെ, ഇന്ന ഭാഷയിലെ, ഇന്ന ഗോത്രത്തിലെ, ഇന്ന തറവാട് എന്നൊക്കെ പറയാൻ അതൊന്നുമില്ലാത്തൊരു കാലം, ഇന്ദ്രിയത്തുള്ളി പോലുമല്ലാത്ത കാലം. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. ഭൂമിയിൽ നിന്ന് നിങ്ങളെ അല്ലാഹു ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലേ. 71-ാം അധ്യായം സൂറത്ത് നൂഹ് 10-17 വരെയുള്ള വചനം. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലേ. അങ്ങനെ മുളപ്പിച്ച നാം നമ്മളെ വളർത്തി. സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുദ്ഗ ഫഖലഖനൽ മുദ്ഗത ഇലാമ ഫകസൗനൽ ഇലാമ ലഹമ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുകുൽ ലഹുൽ മുൽക്. എത്ര വചനങ്ങൾ. വല്ലാഹു അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. വല്ലാത്ത വാക്കുകൾ. ഇങ്ങനെയൊക്കെ നിങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹല്ലതാ അലൽ ഇൻസാൻ, അല്ല മനുഷ്യ. സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. എന്നിട്ട് പറയാണ്, അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഒരു അത്ഭുതം. അംശാജിൻ നബ്തലി, അംശാജിൻ നബ്തലി അല്ലെ, പുരുഷൻ മാത്രമാണ് ഒരു കുഞ്ഞിന്റെ ജന്മത്തിന്റെ കാരണമെന്ന് വിശ്വസിച്ചൊരു കാലഘട്ടം, അല്ല സ്ത്രീ മാത്രമാണ് എന്ന് വിശ്വസിച്ചൊരു കാലഘട്ടം, മെൻസസ് പീരീഡിലെ രക്തത്തെക്കുറിച്ച് പോലും സംശയം ജനിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പറയാൻ മിശ്രിതമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അക്ഷരജ്ഞാനം പഠിച്ചിട്ടില്ലാത്ത, അക്ഷരങ്ങളുടെ ലോകത്ത് അക്ഷരങ്ങളുടെ വിപ്ലവങ്ങൾ നയിച്ച പ്രവാചക തിരുമേനി പറയുന്നൊരു വാക്കുണ്ട്. ആദ്യമായി സ്ത്രീക്കാണ് ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാകുന്നതെങ്കിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ ഒരു സ്ത്രീക്കാണ് ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതെങ്കിൽ അത് XX ക്രോമസോമുമായി കൂടിച്ചേരും, അതൊരു പെൺകുട്ടിയായിരിക്കും. അല്ല, ആദ്യമായി ഒരു പുരുഷനാണ് ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതെങ്കിൽ അത് SY ക്രോമസോമുമായിട്ടാണ് കൂടിച്ചേരുക, അത് ആൺകുട്ടിയായിരിക്കും. എവിടെ പെൺകുട്ടി ജനിക്കുന്നുവോ അവിടെ പെണ്ണിനാദ്യമായി സ്ഖലനമുണ്ടായി എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എംബ്രിയോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സയൻസ് കോളേജിലും പഠിച്ചിട്ടില്ലാത്ത മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി. പ്രവാചകൻ പഠിപ്പിച്ചു. ഓർക്കണം, ആ പ്രവാചക തിരുമേനി മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞു, മനുഷ്യരെ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്,
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. അർത്ഥം നോക്കിയേ, 100-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം 6-ാമത്തെ വചനം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. അവനവന്റെ രക്ഷിതാവിനോട്, ദൈവത്തോട് മനുഷ്യൻ നന്ദി കെട്ടവനാണ്. അത് പറയുന്നതിന് മുമ്പായി 5 കാര്യങ്ങൾ പറഞ്ഞു അല്ലാഹു. വൽ ആദിയാതി ലബഹ ഫൽമുരിയാതി കദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഒരു കുതിര, ബുദ്ധിയില്ലാത്ത, ചിന്തയില്ലാത്ത, സംസ്കാരമില്ലാത്ത, ഖുർആൻ ഓതിയിട്ടില്ലാത്ത, വേദഗ്രന്ഥങ്ങൾ വായിച്ചിട്ടില്ലാത്ത, എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടില്ലാത്ത ഒരു കുതിര പുല്ലും വെള്ളവും നൽകി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തൻ്റെ യജമാനനെ ചുമന്ന് രണഭൂമിയിലേക്ക് പ്രഭാതത്തിൽ കാല് കല്ലിൽ തട്ടി തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നാലും മരിച്ചു വീഴാൻ സന്നദ്ധതയായി പോകുന്ന ഒരു കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹു പറയാൻ, എന്നാ മനുഷ്യ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. സംഗീതം ചെവിയിൽ എയർഫോൺ വെച്ച് സംഗീതം അരങ്ങ് തകർക്കുന്നതിനിടയിൽ എവിടെ നിന്നോ ഒരു ഖുർആനിക വചനം കേട്ടു. പണ്ടാരടങ്ങാൻ, ഇത് കേൾക്കുന്നതിനിടയിലാണോ ഖുർആൻ കേട്ടത് എന്ന് പറയുന്ന മനുഷ്യ സമൂഹമേ, യുവാക്കളെ, വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങി പിഴക്കുന്നവരെ എന്ന ഖുർആനിന്റെ അഭിസംബോധന 31-ാം അധ്യായം 6-ാമത്തെ വചനം തിരിച്ചു വരികയാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ ഒരു കുതിരയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അതിനവൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സമ്പത്തിനോട് കഠിനമായ ഹുബ്ബ്, സമ്പത്തിനോട് കഠിനമായ മോഹം അത് വെച്ചു പുലർത്തിയവർ ഏതാനും മിനിറ്റുകളാണ് എൻ്റെ മുമ്പിൽ ബാക്കിയുള്ളത്. ഓർക്കണം, അതുകൊണ്ട് നമ്മൾ നന്ദി കെട്ടവരാകരുത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു അല്ലാഹു. പക്ഷികളോട് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു. ഉറുമ്പാകുന്ന സമൂഹത്തോട് ഭാഷാപരമായി സംവദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തു. അവിടെ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം കണ്ണു ചുമ്മി തുറക്കുന്നതിന്റെ വേഗതയിൽ ഹാജരായ സമയത്ത് മഹാനായ സുലൈമാൻ നബി പറയുന്നൊരു വാക്കുണ്ട് മക്കളെ. 27-ാം അധ്യായം 40-ാമത്തെ വചനം. ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഹാദാ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വീടിന്റെ മുമ്പിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി. ബാക്കിയില്ല. അതാണ് നമ്മുടെ ദുരന്തം. ജീപ്പിന്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ട സ്ലിപ്പിൽ കാണാം ഹാദാ മിൻ ഫദ്ലി റബ്ബി. എന്നിട്ട് പട്ടച്ചാരായം കടത്തുകയാണ്. അതേ ജീപ്പിൽ പട്ടച്ചാരായം കടത്തുകയാണ്. അതേ ജീപ്പിൽ വ്യഭിചരിക്കാൻ പോവുകയാണ്. അതേ ജീപ്പിൽ ഹറാമത്ത് തിന്നാൻ പോവുകയാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി. എൻ്റെ കൈ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ കണ്ണ്. മിംസ് ഹോസ്പിറ്റലിൽ, ഇത് പറയുമ്പോൾ പറഞ്ഞു പോകേണ്ട ഒരു പോയിന്റാണ്. മിംസ് ഹോസ്പിറ്റലിൽ 18 കൊല്ലം കാത് കേൾക്കാത്ത ഒരാൾക്ക്, മനോജ് ഡോക്ടർ, അദ്ദേഹം അങ്ങ് ദൂരെ ഓസ്ട്രേലിയയിൽ പോയി പഠിച്ച വിദഗ്ധനായ ENT സ്പെഷ്യലിസ്റ്റ്, എനിക്ക് നല്ല പരിചയമുള്ളൊരു ഡോക്ടർ. അദ്ദേഹം 18 കൊല്ലം കാത് കേൾക്കാത്ത ഒരാൾക്ക് ഓപ്പറേഷനിലൂടെ കേൾവി തിരിച്ചു കൊടുത്തു. പത്രത്തിൽ വലിയ വാർത്തയായി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തു. ഞാൻ എൻ്റെ ഒരു അളിയനെ അദ്ദേഹത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, സാർ അഭിമാനത്തിൻ്റെ ഗിരിശൃംഗങ്ങളിൽ കയറി നിൽക്കുന്നുണ്ടാവും അല്ലേ? ഒരു മനുഷ്യന് 18 കൊല്ലം കാത് കേൾക്കാത്ത ഒരു മനുഷ്യന് കാത് കേൾപ്പിച്ചപ്പോൾ അല്പൊരു അഹങ്കാരം തോന്നിയിട്ടുണ്ടാവും അല്ലേ? ആദം അലൈഹിസ്സലാം മുതൽ മനുഷ്യൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെയുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് കേൾവിശക്തി നൽകിയ സർവാധിനാഥനായ റബ്ബിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? മനുഷ്യരെ നോക്ക്, കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച തിരിച്ചു കൊടുത്താൽ ആ മനുഷ്യൻ ഫേമസ് ആവും. കോടിക്കണക്കിന് മനുഷ്യർക്ക് കാഴ്ച നൽകിയ പടച്ചതമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ വിഷയമാണത്. എന്താ അത്? കേട്ടോളൂ. വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം സൂറത്ത് മുൽക്ക് 23-ാമത്തെ വചനം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദത ഖലീലൻ മാ തശ്കുറൂൻ. വല്ലാത്ത വാക്ക്. ഖുൽ, ചോദിക്കുക നബിയെ, അവർക്ക് കേൾവി നൽകി, കാഴ്ച നൽകി, ചിന്താശേഷി നൽകി. ഖലീലൻ മാ തശ്കുറൂൻ, വളരെ കുറച്ച് മാത്രമേ അവർ നന്ദി കാണിക്കുന്നുള്ളൂ. കണ്ടോ ഈ കണ്ണെന്ന അത്ഭുതം, ഈ കാതെന്ന അത്ഭുതം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ കണ്ണെങ്ങാനും വിരൽത്തുമ്പിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കാമായിരുന്നു അല്ലേ? പക്ഷേ ഒരു വേലി ചാടിക്കിടക്കുമ്പോൾ ഒരു വേലിച്ചറിയിൽ കൈവിരലൊന്ന് തട്ടിയാൽ കണ്ണു പൊട്ടിപ്പോവും. വെക്കേണ്ടിടത്ത് കൃത്യമായി അല്ലേ? ഇന്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ ഘടനയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ പറയാൻ, നിങ്ങൾ എന്നോട് നന്ദിയുള്ള അടിമകളാകണം. അതെ, ഫദ്കുറൂനി അദ്കുറുക്കും
വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ.